ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് വിഴിഞ്ഞം ടെർമിനൽ. നമ്മുടെ പോർട്ടിന്റെ കോഡ് മാറിയതുപോലെ പോർട്ടിന്റെ പേര് മാറും എന്ന പ്രതീക്ഷയിൽ നിലവിലെ പേരായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബർത്തും യാർഡ് പോർഷനും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. MSC പട്നാരി 3 എന്ന് പറയുന്ന ഫീഡർ വെസലും നമുക്ക് മുന്നിലുണ്ട്. ഏകദേശം 207 മീറ്ററാണ് ഷിപ്പിന്റെ നീളം, 32.2 മീറ്ററാണ് ഷിപ്പിന്റെ ബീം എന്ന് പറയുന്നത്. 2677 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള ഷിപ്പിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബർത്തിൽ 2 ഷിപ്പാണ് മൂറിംഗിലായിട്ടുള്ളത്. അതുമാത്രമല്ല, യാർഡിൽ ധാരാളം കണ്ടെയ്നർ നമുക്ക് കാണാൻ സാധിക്കും. 3.5 lakhs TEU ആണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ പോർട്ടിന് ട്രാൻസ്ഷിപ്മെന്റ് കാര്യത്തിൽ വലിയൊരു നേട്ടം കൈവരിക്കാനായി സാധിച്ചത്. നമ്മൾ നോക്കുന്നത് പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ, ബർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കുകളും ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ചെയ്തതാണ്. വളരെ മൈന്യൂട്ട് വർക്കുകളാണ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. എത്രത്തോളമാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് പോർട്ടിലെ ഏറ്റവും വലിയ വർക്കുകളൊന്നായ ബർത്തിന്റെ പോർഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബർത്തിന്റെ ഫസ്റ്റ് ഫേസിൽ 800 മീറ്ററാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ലഭിച്ചു കഴിഞ്ഞു. ഏകദേശം 750 മീറ്ററോളം ബെർത്ത് പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായി സാധിച്ചിട്ടുണ്ട്. അത് ഒരു മദർ വെസലും ഫീഡർ വെസലായിക്കോട്ടെ, 3 ഫീഡർ വെസൽ വരെ നമ്മുടെ ടെർമിനൽ 192-ൽ തന്നെ ബർത്ത് ചെയ്ത വീഡിയോസ് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 ഫ്യൂവൽ വെഹിക്കിൾ നമുക്ക് കാണാൻ സാധിക്കും, ഫ്യൂവൽ ടാങ്കർ കാണാൻ സാധിക്കും. ഇപ്പോൾ ബങ്കറിംഗ് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു കോസ്റ്റ് ഗാർഡിന്റെ വെസലോ അല്ലെങ്കിൽ നേവിയുടെ വെസലോ ആണ്. രണ്ടിലേതോ ഒരു വെസലാണ് നമുക്ക് വളരെ ദൂരെ നിന്ന് ബർത്തിൽ കാണാൻ സാധിക്കുന്നത്. ബങ്കറിംഗ് തന്നെയാണ് നടക്കുന്നത്. കാരണം കോസ്റ്റ് ഗാർഡിൻ്റെ ആണെങ്കിൽ കോസ്റ്റ് ഗാർഡിന്റെ ബർത്തിന്റെ വർക്കുകൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ബർത്തിലേക്ക് നമ്മുടെ ഈ പറയുന്ന ബങ്കറിംഗ് വർക്കുകളൊക്കെ നടക്കുന്നത്. എന്നാലും അതൊരു വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇന്ന് വന്നപ്പോഴാണ് അത് കാണാൻ സാധിക്കുന്നത്. 2 സൈഡിലായിട്ട് 2 ഡോൾഫിൻ ടഗുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയ ക്രെയിനും നമുക്ക് കാണാൻ സാധിക്കും. എനിക്കൊന്ന് ഒഫീഷ്യൽസ് എല്ലാം നമ്മുടെ ബർത്തിലുള്ളതായിട്ടും 2-3 കാറും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒഫീഷ്യൽസ് എല്ലാം നമ്മുടെ ബർത്തിലുള്ളതായിട്ടും നമുക്ക് വളരെ ദൂരെ നിന്നാണ് കാണാനായി സാധിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ 800 മീറ്റർ ബർത്തിനോട് ചേർന്നിട്ടുള്ള യാർഡ് പോർഷന്റെ വർക്കുകൾ ഏകദേശമല്ല ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു. ചെറിയ ചെറിയ വർക്കുകളാണ്. ഞാൻ പറഞ്ഞതുപോലെ വളരെ മൈന്യൂട്ട് വർക്കുകൾ ഉണ്ടായിരുന്നു. ആ വർക്കുകൾ എത്രത്തോളമാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആ വർക്കും ഏകദേശം കഴിഞ്ഞ് കാണും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ ഈ പോർഷനിൽ കാണുന്ന ഈ പറയുന്ന യാർഡ് പോർഷനിലെ കണ്ടെയ്നർ ഇരിക്കുന്ന ഈ പോർഷനൊക്കെ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ ഈ പോർഷനിലേക്ക് കണ്ടെയ്നർ നിരന്നിട്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3.5 ലക്ഷം TEU ട്രാൻസ്ഷിപ്മെൻ്റാണ് നമ്മൾ ഈ അടുത്തിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെ. വളരെ ചുരുങ്ങിയ കാലയളവിൽ നമ്മുടെ പോർട്ടാണ് ഈ നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 800 മീറ്റർ നീളമുള്ള ബർത്തിനാണ് ഈ നേട്ടം കൈവരിക്കാനായി സാധിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഈ ഡ്രഡ്ജ് ചെയ്ത മണലൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഡ്രഡ്ജ് ചെയ്ത മണൽ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. നമ്മുടെ പോർട്ട് മുതൽ NH66 വരെയുള്ള 1700 മീറ്ററിൻ്റെ കണക്ഷൻ റോഡ് അല്ലെങ്കിൽ ലിങ്ക് റോഡിൻ്റെ വർക്കിന് ആവശ്യമായിട്ടാണ് ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണൽ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അത് നമുക്കൊരു ഹെവി എക്സ്കവേറ്റർ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, യാർഡ് പോർഷനിലെല്ലാം കണ്ടെയ്നർ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് ധാരാളം കണ്ടെയ്നർ അടുക്കി വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇവിടെയും നമുക്കൊരു എക്സ്കവേറ്റർ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഡ്രഡ്ജറിൻ്റെ ഓസ് മടക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സാറ്റലൈറ്റ് വ്യൂ നോക്കിയാലും ഈ ഓസ് വളരെ വ്യക്തമായിട്ട് കാണാൻ ഭാഗത്തിനാണ് നമുക്കിവിടെ അടുക്കി വെച്ച് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഈ പറയുന്ന യാർഡ് പോർഷൻ്റെ എൻഡ് പോർഷൻ. അതായത് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണുന്ന വിഷ്വലിൻ്റെ എൻഡ് പോർഷൻ നമ്മൾ പലപ്പോഴായിട്ട് പല സ്ഥലത്തു നിന്നും വീഡിയോ അപ്ഡേഷൻ, അതായത് പല ഭാഗത്തു നിന്നും വ്യൂ എന്നായിരിക്കും നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കടലിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ, വളരെ ദൂരം നോക്കുമ്പോൾ കാണുന്ന ബർത്തും യാർഡ് പോർഷനാണെങ്കിൽ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പോർട്ടിലെ ഏറ്റവും വലിയ വർക്കുകളൊന്നായ ബർത്തല്ല ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കാണ്. സെൻട്രലിലൂടെയുള്ള 10 മീറ്റർ വർക്ക് എത്രത്തോളമാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ വർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ, പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു, അത് എത്രത്തോളം കംപ്ലീറ്റ് ആയി, ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷൻ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ സൂം ചെയ്ത് പോകുന്നത് ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ, അതായത് 2960 മീറ്റർ ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ചെയ്ത
എൻഡ് പോർഷൻ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഏറ്റവും മുന്നിലായിട്ട് നമുക്ക് ആക്രോപോഡ് ഫില്ല് ചെയ്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല പോർട്ടിന് അഭിമുഖമായിട്ട് നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് വലിയ ഹെവി സ്റ്റോണുകൾ ഫില്ല് ചെയ്തായിട്ടും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ഭാഗത്തൊന്നും നമ്മൾ ഈ പറയുന്ന കോൺക്രീറ്റ് വർക്കുകളൊന്നും വന്നിട്ടില്ല, കാരണം ഇവിടെ നിന്ന് എക്സ്റ്റൻഷൻ ഉള്ളതാണ്. ഇനി എനിക്ക് തോന്നുന്നു ഏകദേശം 50-60 മീറ്റർ 85 മീറ്റർ എന്തോ നമ്മൾ സാറ്റലൈറ്റ് വ്യൂ സെന്റിൽ ഹബിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 85 മീറ്ററിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന കോൺക്രീറ്റ് പോർഷൻ വരുന്നത്, കോൺക്രീറ്റ് സ്ലാബ് പോർഷൻ വരുന്നത്. ഈ രണ്ട് സൈഡിലായിട്ട് പോർട്ടിൻ്റെ സൈഡും നമ്മുടെ ഈ സീയുടെ സൈഡിലുമായിട്ട് പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പുതുതായിട്ടൊരു ടവർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതെന്ത് ടവറാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം. കാരണം ഞാൻ അന്ന് വന്നപ്പോഴാണ് ആദ്യമായി കണ്ടത്. ഇത് പുതുതായിട്ട് ഇപ്പോൾ നമ്മൾ ഈ അപ്ഡേഷൻ എടുത്തിട്ട് തന്നെ കുറച്ച് ദിവസമായി. അതിനുശേഷം ഒന്നൊരു ടവറാണ്. നമുക്ക് സിഗ്നൽ ലൈറ്റിൻ്റെ എന്തെങ്കിലും ടവർ തന്നെ ആയിരിക്കാം. കാരണം ഇപ്പോൾ ഈ പോർഷനിലെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഈ പറയുന്ന പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകൾ ഉണ്ടായിരുന്നു, അത് എത്രത്തോളമാണ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. പക്ഷേ ഈ ഭാഗത്തെല്ലാം നമ്മൾ കാണുമ്പോൾ പൂർണ്ണമായിട്ടും പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് ആക്രോപോഡ് ഫില്ല് ചെയ്തും കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഈ പറഞ്ഞ കടലിനെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന പോർഷനിലെല്ലാം പൂർണ്ണമായിട്ടും പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ആക്രോപോഡ് ഫില്ല് ചെയ്ത ജോലികളും അത് നമുക്ക് ഹെവി ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ചെയ്തിരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ഘട്ടം വർക്ക് നടക്കുമ്പോഴും ഡീറ്റെയിൽ അപ്ഡേഷൻ ഉണ്ടായിരുന്നു. ആ വർക്കുകളൊക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഈ ബെർത്തിന് പാരലായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വർക്ക് പിന്നെ പ്രൊട്ടക്ഷൻ വാളും ചെറിയൊരു വാൾ ഉണ്ടായിരുന്നു, ചെറിയ ഹൈറ്റ് ഉള്ളത്. ആ വർക്കുകളും പൂർണ്ണമായിട്ടും നമ്മളിപ്പോൾ കാണുന്ന പോർഷനിൽ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് എൻഡ് പോർഷൻ വരെ, അതായത് 2960 മീറ്റർ മുതൽ നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ നമ്മൾ ഓരോ ഭാഗവും വളരെ കൃത്യമായിട്ട് കാണുന്ന രീതിയിൽ തന്നെയാണ് വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം എത്രത്തോളമാണ് ഇനി ഇവിടെ വർക്ക് ചെയ്യാനുള്ളതെന്ന്. ഇവിടെ എല്ലാം പൂർണ്ണമായിട്ടും ക്രെയിനും പൂർണ്ണമായിട്ടും മാറ്റിയതിന് കാരണം നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കിയപ്പോൾ എനിക്കൊന്നൊരു വാട്ടർ ടാങ്കിൻ്റെ ഒരു ലോറിയാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന 10 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ മുകളിലുള്ളത്. അത് നമുക്ക് വളരെ ദൂരെ നിന്നായിട്ട് കാണാൻ സാധിക്കും. നമുക്കൊന്ന് സൂം ചെയ്യാൻ ഇവിടെ നിന്ന് കുറച്ച് പൊടിയൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. പൊടിയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആയിരിക്കും, അത് കറക്റ്റായിരിക്കും. നിലവിൽ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം അത് ക്ലീൻ ചെയ്യുകയാണ്. അതായത് പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്ത് മാറ്റുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഡസ്റ്റാണ് നമുക്ക് ഈ പറയുന്ന പുറത്തേക്ക് വരുന്നുണ്ടോ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ വർക്കുകളെല്ലാം 100% കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴായിട്ട് ഞാൻ ഇതുവരെയായിട്ടും ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ 100% കഴിഞ്ഞു എന്ന് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. കാരണം ചെറിയ വർക്കുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ചെറിയ വർക്കുകൾ കൂടി തന്നെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും 100% കഴിഞ്ഞിരിക്കുന്നു. കാരണം ഫൈനൽ വർക്കാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ക്ലീൻ ചെയ്ത് പൊടിയെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുകയായിരിക്കാം. കാരണം ഞാൻ വളരെ ദൂരെ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. തീർച്ചയായിട്ടും വർക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ക്രെയിനുകളെല്ലാം ഇവിടെ ഒന്നും കാണാൻ സാധിക്കില്ല. ക്രെയിനുകളെല്ലാം പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. നമ്മൾ ആക്രോപോഡ് ലോറികൾ ഇങ്ങോട്ടില്ല. കാരണം ഈ ഭാഗത്തെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ലീനിങ് ജോലികൾക്ക് നടക്കുന്നു എന്നത് നമുക്ക് ഈ വീഡിയോയിൽ നിന്നാണ് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഞാനിപ്പോൾ കാണുന്ന നമുക്ക് ഈ പറഞ്ഞ രാത്രിയും പകലും വർക്കുകൾ ഉള്ളത് കാരണം ധാരാളം ജനറേറ്ററുകൾ, നേരത്തെ വർക്ക് ചെയ്ത ജനറേറ്ററുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് പലപ്പോഴായിട്ട് ഈ ടവറിൻ്റെ വർക്കുകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടോ ആ വർക്കും ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കാണും. കണക്ഷൻസ് എല്ലാം കൊടുത്ത് കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വർക്കുകളെല്ലാം ഈ പോർഷനിലെ വർക്കുകളെല്ലാം ഏകദേശം അല്ല 100% കഴിഞ്ഞിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് ഈ ടവറിൻ്റെ വർക്കും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ഹെവി എക്യുപ്മെൻറ്റ്സ് ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. കാണാൻ സാധിക്കാത്തടത്തോളം കാലം പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞ് ഇതുവരെയായിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തെല്ലാം എപ്പോഴെങ്കിലും ഒരു ആക്രോപോഡ് ലോറിയോ അല്ലെങ്കിൽ ഹെവി ക്രെയിൻസോ ഇവിടെ ഫിറ്റ് ചെയ്ത് വർക്കുകളെല്ലാം നടക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ സ്ഥാനത്ത് വേക്കൻ്റ് ആയിരിക്കുന്നു. അതായത് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകളെല്ലാം 100% കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിച്ചു. ഇനി ഒരു മൈന്യൂട്ട് വർക്ക് പോലും ഇതിനകത്ത് ഇല്ല എന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും തന്നെയാണ്. കണ്ടോ, ഇത്രയും നമ്മൾ സൂം ചെയ്ത് വീഡിയോ എടുത്തിട്ടുകൂടി ഇവിടെയൊന്നും ഒരു വർക്കുകളും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മളെ ട്രഡ്ജറിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു പ്രത്യേകതരം പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയിരിക്കുന്നു. കണ്ടോ, കാരണം ഈ കളർ പെയിൻ്റൊന്നും അല്ലായിരുന്നു നേരത്തെ, കളറൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുന്നു. കാരണം ഇനി ട്രഡ്ജറിൻ്റെ വർക്കുകൾ ധാരാളമായി നടക്കേണ്ട സമയമാണ്. കാരണം സെക്കൻഡും തേർഡും എന്ന് പറയുന്നതിനുൾപ്പെടെ ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ്, ഇനി ഫസ്റ്റ് ഫേസാണ് ഈ ഫേസുകളെല്ലാം കുറിച്ച് ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും. ഇനി സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾക്ക് വേണ്ടിയുള്ള ഹെവി ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോൺ നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന് കൊണ്ടുപോകുന്നതിന് ഇതുപോലുള്ള
ഡ്രഡ്ജറുകളാണ് ആവശ്യം വരുന്നത്. അതിൻ്റെ വർക്കുകൾ മെയിൻ്റനൻസ് വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുക. നമ്മൾ ഇത്രത്തോളം വരുമ്പോൾ നമുക്ക് ഇപ്പോഴും നിലവിൽ ഈ പറയുന്ന ഈ ബങ്കറിങ് ഇവിടെ നടക്കുന്ന കാണാൻ സാധിക്കും. ഇത്രത്തോളം ആണ് നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ വർക്കുകൾ കാണാൻ സാധിക്കുന്നത്. ഇനി ബെർത്തിൻ്റെ പോർഷനാണ്, അത് കാരണം നമുക്ക് ബ്രേക്ക് വാട്ടർ കാണാൻ സാധിക്കില്ല. നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോകാം. 2-3 വ്യൂ എന്നാണ് നമ്മൾ അപ്ഡേഷൻ എടുക്കുന്നത്. ഈ ഭാഗത്തെ വ്യൂവിലേക്ക് വരുമ്പോൾ വളരെ സന്തോഷം നിറഞ്ഞ നിമിഷം എന്ന് പറയാൻ കാരണം നമ്മുടെ യാർഡ് പോർഷൻ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ അപ്ഡേഷൻ എടുക്കുന്നതാണ്. യാർഡ് പോർഷൻ എത്രത്തോളമാണെന്നും എത്രത്തോളം കണ്ടെയ്നറുകളാണ് നിരയായി യാർഡ് പോർഷനിലുണ്ട്. ഈ 3.5 lakhs TEU എന്ന് പറയുമ്പോൾ അത്രത്തോളം വലിയൊരു യാർഡ് പോർഷൻ്റെ വിസ്തൃതി അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ വൈഡ് വ്യൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഫ്രണ്ടിൽ നിന്നാലോ സൈഡിൽ നിന്നാലോ നമുക്ക് മനസ്സിലാവില്ല. ഈ സൈഡിലെ വ്യൂ എന്നാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് റീഫർ കണ്ടെയ്നർ സൂക്ഷിക്കുന്നതിന് ഒരു കാരിയർ സ്റ്റാൻഡ് ഉണ്ട്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ വർക്കുകളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. ആ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ വർക്കുകൾ ഏകദേശം അല്ല, പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ പോകുന്നത് നമ്മളെ എൻഡ് പോർഷൻ, അതായത് ഈ പറയുന്ന യാർഡിൻ്റെ എൻഡ് പോർഷനിൽ ആണ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് GRMJ E04 എന്ന് പറയുന്ന ഇത് യാർഡ് ക്രെയിൻ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ട്രെയിലർ ലോറി പോകുന്നുണ്ട്. അതിൻ്റെ അടുത്താണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ റീഫർ കണ്ടെയ്നർ പ്രത്യേകം സൂക്ഷിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള ഒരു കാരിയറാണ് ഉള്ളത്. നമുക്കിവിടെ ഒരു കാരിയർ ഓൾറെഡി നമ്മുടെ പോർട്ടിലുണ്ട്, രണ്ടാമത്തെ കാരിയറാണ്. അങ്ങനെ കാരിയർ എന്ന് പറയാൻ കാരണം പ്രത്യേക രീതിയിൽ, അതായത് റീഫർ കണ്ടെയ്നർ എല്ലാവർക്കും അറിയാം, ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ നമ്മുടെ സാധനം അല്ലെങ്കിൽ നമ്മുടെ ചരക്ക് ഒരു രാജ്യത്തു നിന്നും അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനാണ് റീഫർ കണ്ടെയ്നർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കറണ്ട് സപ്ലൈ, പവർ സപ്ലൈ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴായിട്ട് ഈ ടെമ്പറേച്ചർ നിലനിർത്തുന്നത്. ചിലപ്പോൾ വളരെ ലോ ആയിരിക്കും, ചിലപ്പോൾ വളരെ ഹൈ ആയിരിക്കും. പല രീതിയിലുള്ള ടെമ്പറേച്ചർ വേരിയേഷൻ പറ്റില്ല. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലായിരിക്കും ഈ റീഫർ കണ്ടെയ്നറിലെ മെറ്റീരിയൽ കൊണ്ടുപോകുന്നത്. അതിനുള്ള നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന അതിനുള്ള കണക്ഷൻസ് എല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ വർക്ക് ഇലക്ട്രിക്കൽ വർക്കുകളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. പാനൽ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. അതുമാത്രമല്ല നിലവിൽ ഈ പറയുന്ന പാനൽ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുന്നു. എനിക്കൊന്ന് കണക്ഷൻ ഫൈനൽ ചെക്കിംഗ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. ഒന്ന് സൂം ചെയ്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, ഫീഡർ പാനലും മെയിൻ പാനലിൻ്റെയൊക്കെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉള്ള കണക്ഷൻ ചെക്കിംഗ് ആയിരിക്കും നടക്കുന്നത്. വലിയൊരു കാരിയർ തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ റീഫർ കണ്ടെയ്നർ കാരിയർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാരിയറിൻ്റെ വർക്കും നമുക്കിവിടെ കഴിഞ്ഞു. അപ്പോൾ 2 കാരിയറാണ് നമുക്ക് റീഫർ കണ്ടെയ്നർ മാത്രം സൂക്ഷിക്കാൻ നമ്മുടെ പോർട്ടിലുള്ളത്. അത് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇനി അടുത്ത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളമാണ് യാർഡ് പോർഷനിൽ കണ്ടെയ്നർ നിരനിരയുള്ളതെന്ന് നോക്കാം. എല്ലാം ഏതാണ്ട് 90%, 99% MSCയുടെ ബാഡ്ജിങ് പതിപ്പിച്ച ഗോൾഡൻ കളറിലെ കണ്ടെയ്നർ കാണാൻ വളരെ മനോഹരം തന്നെയാണ്. അത് തന്നെയാണ് നിരനിരയായി നിരത്തിയിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഇതാണ് നമ്മുടെ യാർഡ് പോർഷൻ. ഈ ഭാഗത്തു നിന്നാലാണ് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുക. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ കാരിയർ നമുക്ക് നോക്കാം. റീഫർ കണ്ടെയ്നറിക്കുന്ന ഫസ്റ്റ് കാരിയറാണ്. അതായത് നമ്മുടെ പോർട്ടിൽ നേരത്തെ തന്നെ ഒരു കാരിയർ ഉണ്ടതാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാരിയറിൻ്റെ വർക്കും ഏകദേശമല്ല, വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി കണക്ഷൻസ് ആയിരിക്കും, ഇനി സപ്ലൈ കണക്ഷൻസ് ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. അതും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് വീഡിയോയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. കണ്ടോ, ധാരാളം കണ്ടെയ്നർ യാർഡ് പോർഷനിലുണ്ട്. യാർഡ് ക്രെയിനുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഭാഗത്തു നിന്നാലേ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല നമ്മുടെ GRMJ E04 ഇപ്പോൾ മൂവിങ് ആയിട്ട് കാണാൻ സാധിക്കും. ആദ്യമൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഈ യാർഡ് ക്രെയിനുകൾ മൂവ് ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു ദൃശ്യം തന്നെയായിരുന്നു. ആ വ്യൂ ഒക്കെ എല്ലാവർക്കും വളരെ പരിചിതമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഹെവി എക്സ്കവേറ്റർ കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഈ റോഡ് നമ്മുടെ മെയിൻ ഗേറ്റിൽ നിന്നും പോർട്ട് ഹൗസ് ബിൽഡിങ്ങിലേക്ക് പോകുന്ന റോഡാണ്. വളരെ വീതി കൂടിയ റോഡ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കും ഈ ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് അവിടെ വർക്ക് നടക്കുന്നത്. കാരണം ആ സൈഡിലായിട്ട് നമുക്ക് ധാരാളം ഇൻ്റർലോക്ക് ഡംപ് ചെയ്തായിട്ട് കാണാൻ സാധിക്കും. കുറച്ച് കൂടുതൽ തന്നെ ഡംപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എക്സ്റ്റൻഷന് വേണ്ടി തന്നെയായിരിക്കും ഈ ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് അവിടുത്തെ ഈ പറയുന്ന സോയിൽ പൂർണ്ണമായിട്ടും മാറ്റുന്നത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാനും സാധിക്കുന്നത്. സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതൊരു എക്സ്കവേറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ല വെയിലുമാണ്. കാരണം ഏകദേശം 1-1.5 മണിയായിട്ടുണ്ട്, 12-1 മണിയായിട്ടുണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അതിനാൽ നല്ലൊരു വെയിൽ തന്നെയാണ്. അതുമാത്രമല്ല സൈഡിലായിട്ട് ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ തരംതിരിച്ചു കൂട്ടിയിരിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം നമുക്ക് ഫസ്റ്റ് ഫേസിൽ ഏകദേശം 2960 മീറ്റർ ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് 58 ലക്ഷം ടണ്ണ് നാച്ചുറൽ സ്റ്റോൺ ആണ് നമുക്ക് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ഫേസിൽ ഇനി 1040 മീറ്റർ കൂടി ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ചെയ്ത് 4000 മീറ്ററിലോട്ടാണ് ബ്രേക്ക് വാട്ടർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത്. അതായത് 2028 ആകുമ്പോഴാണ്
സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ആകുന്നു. അപ്പോൾ അതിന് ഏകദേശം 50 ലക്ഷത്തോളം നാച്ചുറൽ സ്റ്റോൺ ഇനിയും വേണ്ടി വരും. കാരണം 50 ലക്ഷം എന്ന് പറയാൻ കാരണം നമുക്ക് നല്ലൊരു ഡീപ്പ് വാട്ടർ തന്നെയാണ് നമ്മുടെ പോർട്ട്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡീപ്പ് വാട്ടറും ലോകരാജ്യങ്ങൾ വെച്ച് നോക്കിയാൽ എണ്ണപ്പെട്ട ഡീപ്പ് വാട്ടറിൽ പെട്ട പോർട്ട് തന്നെയാണ് നമ്മുടെ പോർട്ട്. അതിനാൽ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ ചെയ്യുമ്പോൾ ഈ സ്റ്റോണ് മതിയാവാതെ വരും എന്ന് തന്നെ ഉറപ്പ്. അതിനാവശ്യമായിട്ടുള്ള മുൻകരുതൽ എന്ന രീതിയിൽ ധാരാളം നാച്ചുറൽ സ്റ്റോണാണ് നമ്മുടെ പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എത്രത്തോളമാണ് നാച്ചുറൽ സ്റ്റോൺ വേണ്ടി വരും എന്നുള്ളത്. അതിനാൽ ധാരാളം നാച്ചുറൽ സ്റ്റോൺ ഡംപ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനിയും ധാരാളം ലോഡ് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ, കാരണം നമ്മൾ വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തെങ്കിൽ കുറച്ച് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പോർട്ട് ട്രസ്റ്റ് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ PO ബിൽഡിംഗ് എന്ന് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നത്. എനിക്കൊന്ന് സെക്കൻഡോ തേർഡ് ഫ്ലോറോ ഫോർത്ത് ഫ്ലോറോ ഇരുന്നിട്ടാണ് നമ്മുടെ ഈ പറയുന്ന STS ക്രെയിനും യാർഡ് ക്രെയിനും ഓപ്പറേറ്റിംഗ് റൂമാണത്. നമ്മുടെ ഈ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മുടെ STS ക്രെയിൻ സെമി ഓട്ടോമാറ്റിക് ക്രെയിനുകളും നമ്മുടെ യാർഡ് ക്രെയിനുകളാവട്ടെ ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനുകളുമാണ്. ഇത് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന പോർട്ടോസ് ബിൽഡിംഗിൽ നിന്നിട്ടാണ്. നമുക്ക് ഈ വ്യൂവിൽ നിന്നും നമ്മുടെ നാച്ചുറൽ സ്റ്റോൺ മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് ഡംപ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു നാച്ചുറൽ സ്റ്റോണിൻ്റെ മല എന്ന് നമ്മൾ പണ്ട് വിശേഷിക്കും പോലെ ആ ഒരു മല രൂപപ്പെട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ധാരാളം ലോഡ്, അതായത് ധാരാളം ലോറികളാണ് ദിനം പ്രതി നമ്മുടെ പോർട്ടിലേക്ക് സ്റ്റോണുമായിട്ട് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ധാരാളം സ്റ്റോൺ ഇനി വേണ്ടി വരികയും ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള സ്റ്റോണുകൾ സ്റ്റോർ ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തന്നെ. അത്രത്തോളം ഏരിയയിൽ, വളരെ വിശാലമായ ഏരിയയിലാണ് സ്റ്റോൺ ശേഖരിക്കുന്നത്. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം സ്റ്റോൺ വേണ്ടി വരും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആണ് സ്റ്റോൺ അവിടെ ശേഖരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാമെന്നുള്ളത് നമ്മുടെ പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാളാണ് നമുക്കിവിടെ കാണാൻ. സോ ഈ കോമ്പൗണ്ട് വാളിൻ്റെ വർക്ക് നടക്കുമ്പോഴൊക്കെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വർക്കുകളെല്ലാം നേരത്തെ കഴിഞ്ഞു. കോമ്പൗണ്ട് വാളിൻ്റെ സൈഡിലുള്ള റോഡിൻ്റെ വർക്കുകളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഈ പറയുന്ന ഓടേൻ്റെ വർക്കുകളുണ്ടായിരുന്നു. ആ വർക്കും ഏകദേശമല്ല ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എത്ര മഴ വന്നാലും ഞാൻ ഈ ഹൈറ്റുള്ള പ്ലേസിൽ നിന്ന് വെള്ളം പൂർണ്ണമായിട്ടും പോർട്ടിനകത്തോട്ട് ഒലിച്ച് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഓടേൻ്റെ വർക്കുകളൊക്കെ നേരത്തെ തന്നെ മുൻകരുതൽ എന്ന ഗതിയിൽ തന്നെ നേരത്തെ കഴിഞ്ഞു. അതുമാത്രമല്ല ഇപ്പോൾ ഫസ്റ്റ് ഫേസിൽ വർക്ക് ഏകദേശമല്ല കംപ്ലീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി സെക്കൻഡ് തേർഡ് ഫേസിന് ആവശ്യമായിട്ടുള്ള ഹെവി മെഷീൻസൊക്കെ ഈ റോഡിലൂടെ നമുക്ക് അനായാസേന പോർട്ടിൻ്റെ പല ഭാഗത്തേക്കും എത്തിക്കാനായി, അതായത് പോർട്ടിൻ്റെ വർക്കിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്ത രീതിയിൽ എത്തിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ആ റോഡിൻ്റെ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ വീഡിയോയ്ക്ക് വന്നിട്ടുള്ള ഈ വ്യൂ നമ്മുടെ പോർട്ടോയ്സ് ബിൽഡിങ്ങിൻ്റെ സൈഡിലെ വിഷ്വൽ കാണുന്നതോടൊപ്പം യാർഡ് പോർഷൻ്റെ മുന്നിലെ പോർഷനും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ മുന്നിലെ പോർഷൻ എന്ന് പറയാൻ കാരണം നമ്മുടെ യാർഡ് പോർഷനിൽ 5 സീരീസിലെ ക്രെയിനുകളാണുള്ളത്. A സീരീസ്, B സീരീസ്, C സീരീസ്, D സീരീസ്, E സീരീസ്. ഈ 5 സീരീസിലെയും 1, അതായത് A1, B1, C1, D1, E1 അങ്ങനെ 1 സീരീസിൽപ്പെട്ട 5 ക്രെയിനുകളും നിരയായി മുന്നിലാണ് കാണുന്നത്. ആ മുന്നിലെ ക്രെയിനുകളെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിൽ 40 ഫീറ്റ് കണ്ടെയ്നറാണ് നമുക്ക് വളരെ കൂടുതലായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം 20 ഫീറ്റുമുണ്ട്, 40 ഫീറ്റുമുണ്ട്. പക്ഷേ ധാരാളമായി നമുക്ക് 40 ഫീറ്റ് കണ്ടെയ്നർ കാണുന്നതോടൊപ്പം തന്നെ ധാരാളം നാച്ചുറൽ സ്റ്റോണും ഇവിടെ ഡംപ് ചെയ്തായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലൂടെ 10 മീറ്റർ വീതിയുള്ള റോഡിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകളും നമുക്കിവിടെ ഉണ്ട്. ആ വർക്കുകളെല്ലാം ഫസ്റ്റ് ഫേസിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള മനോഹരമായ, എപ്പോഴും നമ്മൾ മനോഹരമെന്ന് പറയാൻ കാരണം നമ്മുടെ ഈ പറയുന്ന കണ്ടെയ്നറുമായിട്ട് പോകുന്ന ട്രെയിലർ ലോറികളെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ പോർഷനിൽ നിന്നാണ് ട്രെയിലർ ലോറികൾ മെയിൻ റോഡിലൂടെ കയറി പോകുന്നു. പല വശത്തെയും നമുക്ക് ഈ പറയുന്ന ബർത്തിലൂടെ എത്താൻ സാധിക്കുമെങ്കിൽ മെയിൻ ലോറികളെല്ലാം ഈ വഴി കൂടി തന്നെയാണ്, അല്ലെങ്കിൽ ഈ റോഡിലൂടെ തന്നെയാണ് പോകുന്നത്. ഈ മെയിൻ റോഡ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ, നമ്മൾ നേരത്തെ വൃത്തിയാക്കിയ റോഡ് പോലെ, നമ്മൾ ഈ എക്സ്കവേറ്റർ കുറച്ച് മുന്നേ വൃത്തിയാക്കിയ റോഡ്, ആ റോഡ് തിരിഞ്ഞിങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ഈ പറയുന്ന പോർട്ടോസ് ബിൽഡിങ്ങിൻ്റെ മുന്നിലൂടെയാണ് പോകുന്നത്. ഈ മുന്നിലൂടെ പോകുന്ന ഈ റോഡ് നമ്മുടെ ഈ പറയുന്ന യാർഡിൻ്റെ പല ഭാഗത്തേക്ക് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറാൻ സാധിക്കും. ഒരു 5 പോർഷനിലൂടെ തന്നെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കും. ആ 5 പോർഷനിൽ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതൊക്കെ വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും മുന്നത്തെ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് കണ്ടെയ്നറുകളൊന്നും ഇവിടെ നിരന്നിട്ടില്ല. കണ്ടെയ്നർ വരുന്നതിന് മുന്നേ ഡീറ്റെയിൽ ഡിവൈഡിങ് പോർഷനൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗമായിട്ട് കണ്ടെയ്നർ ഇരിക്കേണ്ട ഓരോ പൊസിഷൻ 40 ഫീറ്റും 20 ഫീറ്റും ഇരിക്കുന്ന കറക്റ്റ് പൊസിഷൻ തന്നെയുണ്ട്. ആ പൊസിഷൻ ബേസ് തന്നെയാണ് ഒന്നിന് മുകളിൽ ഒന്നിട്ട് കറക്റ്റാണ്, 1 mm പോലും മാറാതെ തന്നെയാണ് ഈ കണ്ടെയ്നറെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത്. കാണാൻ നല്ല മനോഹരമായിരിക്കുന്നു. ഒരു കണ്ടെയ്നറിൻ്റെ പൊസിഷൻ പോലും മാറാത്ത രീതിയിൽ തന്നെയാണ് ഇത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കിയിരിക്കുന്നതാണ്. നമുക്ക് ഈ വശത്തു നിന്ന് പോർട്ടോസ് ബിൽഡിങ്ങും
സൈഡിലെ വ്യൂ, യാർഡിൻ്റെ മുന്നിലെ വിഷ്വലും കാണുന്നത്. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ വളരെ അതായത് എപ്പോഴും എൻഗേജ് ആയിട്ട് നിൽക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ നടക്കുന്ന സമയത്ത് സ്റ്റോണുകൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നമ്മുടെ ഈ പറയുന്ന ലോറികളിലൂടെയും ഈ പറയുന്ന ഡ്രഡ്ജുകളിലൂടെയാണ്. ഡ്രഡ്ജുകൾ എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ബാർജുമുണ്ട്, ബാർജുകളിലൂടെയാണ്. ഈ പറഞ്ഞ സ്പ്ലിറ്റ് ബാർജുമുണ്ട്, ഇഞ്ചിൻലെസ് ബാർജുമുണ്ട്. ഈ ഇഞ്ചിൻലെസ് ബാർജിൽ സ്റ്റോണുമായിട്ട് കൊണ്ടുപോകുന്നത് ഇതുവഴിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലൂടെ 10 മീറ്റർ വീതിയുള്ള റോഡിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകൾ പിക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഗ്രീൻ ക്രെയിനാണ് കണ്ടത്, പക്ഷേ ഗ്രീൻ ക്രെയിൻ ഇല്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു യെല്ലോ ഗ്രീൻ കളർ ക്രെയിൻ പോയതിന് ശേഷമാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ യെല്ലോ കളർ ക്രെയിനുകൾ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ക്രെയിന് പൂർണ്ണമായിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ നോക്കിയപ്പോൾ നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ കണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന PO ബിൽഡിംഗ് അല്ലെങ്കിൽ പോർട്ട് ഹൗസ് ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിട്ട് ഈ ക്രെയിനുകളെല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നു. കാരണം ഈ അവിടുത്തെ നമ്മളെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലുള്ള വർക്കെല്ലാം 1% പോലും ഇല്ലാതെ 100% കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്നു തന്നെയാണ് ഈ 2 ക്രെയിനുകളും ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ അർത്ഥം. കാരണം ഇനി അവിടെ വർക്കില്ല, അതുകൊണ്ടാണ് ഈ ക്രെയിനുകളിലാവും. ഇനി അടുത്ത് നമ്മൾ ഈ പറഞ്ഞ എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് സെക്കൻഡ് ഫേസ് വർക്ക് തുടങ്ങുമ്പോഴായിരിക്കും ഇനി ഈ ക്രെയിനുകളുടെ ആവശ്യം വരിക. ഇപ്പോൾ നമുക്ക് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ നമുക്കൊരു ഇഞ്ചിൻലെസ് ബാർജിനെ കാണാൻ സാധിക്കും. കാരണം ഇഞ്ചിൻലെസ് ബാർജെല്ലാം ഇപ്പോൾ ഈ പറയുന്ന ബാർജ് കെട്ടുന്ന ചെറിയൊരു ബെർത്ത് പോലത്തെ പോർഷൻ ഇവിടെ തന്നെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തെല്ലാം വന്നിട്ടുണ്ട്. കാരണം ഇവിടെ നിന്നാണ് ഇനി ഹെവി സ്റ്റോണുകളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് പോകുന്നത്. ആ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് അറിയാനായി സാധിക്കും. നമ്മൾ ഈ പറയുന്ന മുകളിലേക്ക് കാണുന്ന ഒരു പ്ലാറ്റ്ഫോം പോലെ കാണുന്ന ആ പോർഷനിലാണ് ഈ പറയുന്ന സ്പ്ലിറ്റ് ബാർജ് വരുന്നത്. അങ്ങനെ ഇഞ്ചിൻലെസ് ബാർജിന് സ്പ്ലിറ്റ് ബാർജിനുമാണ് സ്റ്റോണുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഈ വ്യൂ എന്ന് കാണുന്ന വിഷയം. നമുക്ക് പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു വ്യൂ തന്നെയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലൂടെ വലിയൊരു ട്രെയിലർ ലോറി നീങ്ങുന്നത് കാണാൻ സാധിക്കും. ഹെവി മെഷീൻസ് പോർട്ടിൻ്റെ പല ഭാഗത്തേക്കും കൊണ്ടുപോകുന്നത് ഇതുപോലുള്ള ട്രെയിലർ ലോറികളാണ് എന്നാണ് നമുക്കിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇതുപോലുള്ള ഹെവി മെഷീൻസൊക്കെ, ഹെവി എക്യുപ്മെൻറ്റ്സും ഹെവി ട്രെയിലർ ലോറികളും ധാരാളം നമ്മുടെ പോർട്ടിൻ്റെ വർക്കിന് ആവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തൊരു വ്യൂവിലേക്ക് പോയാൽ ഈ വ്യൂവും എല്ലാവർക്കും പരിചിതമാണ്. നമ്മളിപ്പോൾ പോർട്ട് ഓഫ് ബിൽഡിൻ്റെ മുന്നിൽ കണ്ടു, സൈഡിൽ കണ്ടു, ഇനി ഏറ്റവും ബാക്കാണ്, അതായത് പോർട്ട് ഓഫ് ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഹെവി ക്രെയിനുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല രണ്ടാമത്തെ ഫീഡർ വെസലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ധാരാളം കണ്ടെയ്നർ നിരനിരയായ യാർഡ് പോസ്റ്റിലുണ്ടെന്ന് കാണാൻ സാധിക്കും. ഈ രണ്ടാമത്തെ ഫീഡർ വെസൽ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു MSC മൊഗറ്റോ 2 എന്നാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. വളരെ ചെറിയൊരു ഫീഡർ വെസലാണ്. ഏകദേശം 175.5 മീറ്റർ നീളവും 27.4 മീറ്റർ ബീമുള്ള ഷിപ്പിന് ഏകദേശം 1740 TUV കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. അങ്ങനെ 2 പിന്നെ പറയുന്ന ഫീഡർ വെസലും നമ്മുടെ ബെർത്തിൽ മൂറിങ്ങിലായിട്ടുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നിന്നല്ല. ഫസ്റ്റ് നമ്മൾ കണ്ട ഫസ്റ്റ് വ്യൂ ഫസ്റ്റ് കണ്ടായിരുന്നു, അതായത് MSC പട്നാരി 3. രണ്ടാമത് നമ്മൾ കണ്ടത് ആ MSCയുടെ മൊഗറ്റോ 2 എന്ന് പറയും ചിറ്റഗോങ് പോർട്ടിൽ നിന്നാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ചുകൂടി നമ്മുടെ പോർട്ടിൻ്റെ അപ്ഡേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ കാണുന്ന നേച്ചർ സ്റ്റോണിൻ്റെ വലിയൊരു ഡംപിങ് പോർഷനാണ് നമ്മളിവിടെ കാണാൻ സാധിക്കും. കാരണം 100 കണക്കിന് ലോഡാണ് നമ്മുടെ ദിനം പ്രതി നമ്മളെ പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ നേച്ചർ സ്റ്റോണുകളെല്ലാം തരം തിരിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത് വളരെ വ്യക്തമായിട്ട് കാണുന്ന ഒരു വ്യൂ തന്നെയാണ്. പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ട് കാണാൻ സാധിക്കുമെങ്കിലും പൂർണ്ണമായിട്ടും നമുക്ക് ഈ വ്യൂ ഒന്നും കാണാനായി സാധിക്കും. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കുകളൊന്നായ ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ. ഈ 3 വർക്കും പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 100%, ഏകദേശം എന്ന് പറയാൻ പറ്റില്ല, 100% വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഫ്രണ്ട്സ്, പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും തീർച്ചയായിട്ടും ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറുള്ള അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, നമ്മുടെ ലാൻഡ് വിൽക്കുന്നതിനോ നമുക്ക് ലാൻഡ് വാങ്ങിക്കുന്നതിനോ അതിലുപരി ലാൻഡ് ഉപയോഗിച്ച് ലോൺ എടുക്കുകയോ ആ ലാൻഡ് ലീസിന് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ലാൻഡ് വാല്യുവേഷൻ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് വാല്യൂസ് ആയ ഡിസൈനേഴ്സ് ഇന്ത്യസിനെ സമീപിക്കാവുന്നതാണ്. ഓഫീസ് വിഴിഞ്ഞം, ട്രിവാൻഡ്രം. ഫോൺ 9447310067. താങ്ക് യു.